എടി നിനക്ക് വയറുവേദന വന്ന് കിടക്കുവാണെന്ന് നിന്റെ ക്ലാസ്സിൽ അമലയല്ലേ ഒന്ന് പറഞ്ഞല്ലോ. ന്യൂസ് അവിടെ പോലെ എത്തിയല്ലേ? എന്ത് കുറവുണ്ടോ? എനിക്ക് വയറുവേദനയൊന്നുമില്ല, ഞാൻ അഭിനയിച്ചതല്ലേ. അഭിനയിച്ചതാ? ടീച്ചർ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ഞാൻ വയറുവേദന അഭിനയിച്ചതാണോ? ഇത് കൊള്ളി. ഇടയ്ക്ക് ഇങ്ങനത്തെ നമ്പർ കിട്ടില്ലെങ്കിലേ പിടിച്ചു നിൽക്കാൻ പറ്റൂല. കാഞ്ഞ വിത്തന്നല്ല നീ. എത്ര വിളി വിളിച്ചു നിങ്ങളെ? അത് ഞങ്ങൾ സംസാരിച്ചോണ്ടൊന്നുകൊണ്ട് കേട്ടില്ല. എന്തടി ഓടിയാ? ഇല്ല. പിന്നെന്ത് കിതക്കണ? അത് സ്പീഡിൽ നടന്നാ പിന്നെ കിതക്കൂലേ? വാ വാ. വെള്ളം 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 ഞാൻ ഇതൊരു നീ എന്താ നോക്കിയെന്നറിയോ? ആരാര്? എനിക്കെങ്ങനെ അറിയാം? അറിഞ്ഞൂടെ നിനക്ക്? എനിക്കൊന്നും അറിഞ്ഞൂടാ. സത്യം പറയോടി, നിന്റെ കാമുകനല്ലേടി? അമ്മാവന്റെ മോള്. ഞാൻ പിങ്കി, അവളുടെ അനിയത്തി. താനാരാ? അനിയത്തിയാണല്ലേ? ഞാൻ കിരൺ കിച്ചു എന്ന് വിളിക്കും. ആര് വിളിക്കും? എല്ലാരും വിളിക്കും. ഓക്കെ. അപ്പം അനിയത്തി ഒന്നുമില്ല, എന്റെ ഭാവി അനിയത്തി പോകുന്ന കുട്ടിയല്ലേ? അതങ്ങനെയോടെ ഞാൻ തന്റെ ഭാവി അനിയത്തിയാവുന്നേ? അല്ല, കുറെ വർഷം കഴിയുമ്പോൾ ഞാൻ എന്തായാലും തന്റെ ചേച്ചി കെട്ടുമല്ലോ. അപ്പം പിന്നെ താൻ എന്റെ അനിയത്തി ആവുമല്ലോ സ്വാഭാവികമായിട്ട്. കണ്ണി കണ്ടോണ്ട് സംസാരിച്ചിരിക്കാൻ അതെന്താ അങ്ങനെ പറഞ്ഞേ? അതെന്താ അങ്ങനെ പറഞ്ഞേ? പിന്നെ എങ്ങനെ പറയണം? അങ്ങനെ പറയാനല്ല, ഒന്നുമില്ലെങ്കിലും തനിക്ക് എന്റെ ഇഷ്ടമല്ലോ. അത് താൻ മാത്രം അങ്ങ് തീരുമാനിച്ചാൽ മതിയാ? വെറുതെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതെ പോയേ. പോ റിങ്കി, നിക്ക്. ചേച്ചിയോടൊന്ന് പറ. അല്ല, ഞാൻ പറയാം. റിങ്കി, നിനക്ക് എന്നെ ഇഷ്ടമുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം. പിന്നെ എന്തിനാ ഇങ്ങനെ ഈ ഷോ കാണിക്കുന്നത്? അത് തനിക്ക് എങ്ങനെ അറിയാം എനിക്ക് ഇഷ്ടമാണെന്ന്? അല്ല, എനിക്ക് തന്നെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായി. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അത് തന്നെ തോന്നി. ചേട്ടാ വെറുതെ ഇങ്ങനെ നിക്കല്ലേ. ഈ കാര്യം എങ്ങാനും മാമനും അച്ഛനും അറിഞ്ഞാണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കണെന്ന് പറയാൻ പറ്റൂല. റിങ്കി, റിങ്കി എന്ത്? അല്ല, താനൊന്നും പറഞ്ഞില്ല. എന്ത് പറയണം ഞാൻ? അല്ല, നിങ്ങളൊന്ന് ചേച്ചിയോടൊന്ന് പറയാവോ? എന്തോന്ന്? എന്നെ ഇഷ്ടം. നിനക്ക് നേരത്തെ അറിയായിരുന്നല്ലേ ഇവനെ? എനിക്കൊന്നും അറിഞ്ഞൂടാ ഇയാളെ. പിന്നെ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അല്ല, ജിമ്മി പോകുമ്പോ എനിക്ക് അറിഞ്ഞൂടാ. പിങ്കി, ഒന്ന് മനസ്സിലാക്കും പിങ്കി. എന്നെ പോലെ ഒരു പയ്യനെ നിങ്ങളുടെ ചേച്ചിക്ക് ഇനി മഷി ഇട്ട് നോക്കി കിട്ടൂല. അപ്പൊ മഷി ഇട്ട് നോക്കിയോ? ഏതാ കുരുപ്പ്? കുരുപ്പല്ല, കാർത്തു എന്റെ ഫ്രണ്ടാ. എന്നാ കാർത്തും അനീതിയും കേൾക്കാൻ വേണ്ടി പറയാണ്. നിങ്ങളുടെ ചേച്ചിയോട് പറ, മനസ്സിന് തുറന്ന് എന്നോടൊന്ന് ഇഷ്ടമാണെന്ന് പറയാൻ. അല്ല, പിങ്കി, നീ ഇങ്ങോട്ട് വരുന്നുണ്ടാവാ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു വേറെ തമാശ അങ്ങനൊന്നും അല്ല. പൂവാലനും അല്ല ഞാൻ. എനിക്ക് ട്രൂ ലവ് ആണ് നിങ്ങളുടെ ചേച്ചിയുടെ പുറകെ. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രണയാഭ്യർത്ഥനയുമായി കുറെ നാൾ കൊണ്ട് പുറകെ നടക്കുന്നത്. ട്രൂ ലവ്. ട്രൂ ലവ് ആണെങ്കിലേ ഇങ്ങനെ പിറകെ അല്ല നടക്കേണ്ടത്. പിന്നെ വീട്ടിൽ വന്ന് ചോദിക്കണം. അയ്യോ, അത് വേണോ? എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. അല്ല, എനിക്കുണ്ട്. പിന്നെ വരുമ്പോഴേ ഈ ഓഞ്ഞ മോന്തയിൽ വരരുത്. താടിയൊക്കെ വടിച്ചിട്ട് വരണം കേട്ടാ. ചേച്ചിയെ കൊണ്ട് സമ്മതിപ്പിച്ചാലേ നിങ്ങൾ പറഞ്ഞ എന്ത് ഞാൻ മേടിച്ചു തരും. അത് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നോക്കല്ലേ? അപ്പൊ മറക്കല്ലേ. പിങ്കി, കാത്തു വരുന്നുണ്ടോ ഇങ്ങോട്ട്? അതെ, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അവള് ബോക്സിംഗ് ആണ്. പിടിച്ചു കഴിഞ്ഞാ ഇരിപ്പതാ കേട്ടോ. കള്ളം പറഞ്ഞോണ്ടല്ലോ. കള്ളം പറയണ നീയല്ലേടി? ഞാനോ? സത്യം പറയടി. ഞാൻ എന്താ കള്ളം പറഞ്ഞു? നീയോ ചേട്ടനും കൂടെ കാണിച്ച നാടകമല്ലേടി ഇത്? നിങ്ങൾ എന്റെ കൂടെ പ്ലാൻ ചെയ്തല്ലേ ഇത് ചെയ്തത്? ഈശ്വര, ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. വിശ്വസനീയമല്ലടി, വിശ്വസനീയം. വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, ഞാൻ പോണു. ആ പോക്ക് അത്ര ശരിയല്ലല്ലോ. വരട്ടെ, കണ്ടുപിടിക്കാം നമുക്ക്. അവിലിന്റെ കൂടെ ആ മണിക്കൂട്ടം കൊണ്ടുവന്ന് കൊല പഴുത്തില്ല. 5 പഴുത്ത് വന്നതൊക്കെ ചെറുത് കഴിച്ചു തീർത്തു. പിങ്കിയോ? മതി മതി, എനിക്ക് മതി. അമ്മൂസേ, കൊഞ്ചന വന്ന ഉടനെ എനിക്ക് ഗ്രീൻ ടീ എടുത്തു തരൂ. എടുത്തു തരാലോ. എനിക്ക് വേണേ. ഞാൻ ചായ കുടിച്ചിട്ട് എടുത്താ അതെ ഗ്രീൻ ടീ മതി. അമ്മ, ഓ ചായയുടെ അമ്മ, കനത്തിൽ എന്തെങ്കിലും കഴിക്കാൻ എടുത്തോ. കനത്തില് 2 ചുടുകട്ട പുഴുങ്ങി തരട്ടാ.
ഗ്രില്ല് ചെയ്ത് വിടും മണി, ഗ്രില്ല് ചെയ്ത് വിടും. ഗ്രില്ല് ചെയ്ത് തരട്ടാ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വിശന്ന് വലഞ്ഞു കിടക്കുമ്പോ ഒരുമാതിരി കൂതറ കോമഡി അടിക്കരുത്. എന്തൊരു വീട് ഡേ അവലുണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചായ ഉണ്ട്, കഴിച്ചോ. അവിലാ അമ്മ കാരണോട് എനിക്ക് അവൽ ഇഷ്ടമല്ലാന്ന്. എന്താ അവലിനൊരു കുഴപ്പം? ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വേറെ ഉണ്ടോ? എനിക്ക് ഇഷ്ടമല്ല ഇതമ്മ. ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ കണ്ണിച്ചോരല്ലേ അമ്മയ്ക്ക് ഞാൻ ഇത്രയും വിശന്ന് വലഞ്ഞു വരുമ്പോ ഈ അവല് കുഴച്ച് വയ്ക്കേ. അയ്യടി പിന്നെ നിനക്ക് മറ്റേ കട പലഹാരം കൊണ്ടുതന്നാ നിനക്ക് ഭയങ്കര സന്തോഷാവും അല്ലേ? നീ അവളെ നോക്ക്, അവൾ ആഹാരമൊക്കെ കൺട്രോൾ ചെയ്താണ് കഴിക്കുന്നത്, ഡയറ്റ് കീപ്പ് ചെയ്യുന്നു. അവള് ബോഡി നല്ല വിധത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ജിമ്മിലൊക്കെ പോകുന്ന അതാണ്, മനസ്സിലായോ? ഓ അവള് ജിമ്മിൽ പോണത് ആരോഗ്യം പുഷ്ടിപ്പെടുത്താനാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് ദൈവം തമ്പുരാൻ അറിയും. എന്താടി അങ്ങനെ പറഞ്ഞ്? ആ അമ്മ ഇവളുണ്ടല്ലോ ഒന്ന് വൈകുന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു സൗകര്യമില്ലായിരുന്നു. രവിയേട്ടാ, ഇവളുമാരെ കാര്യത്തിൽ നമ്മൾ ഇടപെടില്ല എന്ന് തീരുമാനം എടുത്തതല്ലേ, പിന്നെ എന്തിനായിരുന്നു ശബ്ദം ഉണ്ടാക്കുന്നത്? അടിക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലോ എന്താ വെച്ചാൽ ആയിക്കോട്ടെ, നമുക്ക് മനസമാധാനത്തിൽ ഇരിക്കണമെങ്കിൽ ഇത് മൈൻഡ് ചെയ്യാൻ പാടില്ല. അമ്മ അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തോ അടി കാര്യം? ഒരു കാര്യമില്ല, ചുമ്മാ പിന്നെ പറയാം. അടികൂടല്ലേ ഈ ഇടപെടൂല എന്ന് പറഞ്ഞിട്ട് വീണ്ടും കിടന്ന് വിളിക്കുന്നത്. പിന്നെ ഇതൊക്കെ കാണുമ്പോ എങ്ങനെ മണി? എന്നാ പിന്നെ ബോളം ഉണ്ടാക്കിക്കൊണ്ടുവിടുന്നു. നീ എന്തു അടി കാഴ അച്ഛൻ്റെ അമ്മയുടെ പറഞ്ഞേ? എന്ത് കുഴപ്പം എന്താ നിനക്ക്? ഞാൻ ജിമ്മിൽ പോകുന്നതേ ആരോഗ്യം നോക്കാനാണ്, അല്ലാതെ കണ്ണി കണ്ടവന്മാരുടെ പഞ്ചാര അടിക്കാനോ കൊഞ്ചി കൊഴിയാനോ ഒന്നും അല്ല. എടി റിങ്കി, എനിക്ക് നന്നായിട്ട് അറിയാടി നീ എന്തിനാണ് ജിമ്മിൽ പോണെന്ന്. അവിടെയുള്ള ചേട്ടന്മാരെ വായി നോക്കാൻ തന്നെ. പിന്നെ നേരത്തെ ഒരു ചേട്ടൻ വന്നല്ലോ, എന്തോ അവന്റെ പേര്? ഇതാ കിച്ചുവാ. അവൻ വന്ന കാര്യം അച്ഛൻ, അമ്മ, മാമൻ എല്ലായിടത്തും വിളിച്ചു പറയോടി. ഞാൻ നീ പറയോടി, പറയോടി, നീ പറയോടി, പറയും. നീ പറയോടി, നീ പറയോടി, പറയോ പറയോ? തമാശക്കിലിറങ്ങി തമാശക്കില്ല നീ തമാശക്കില്ല നീ. എന്തെങ്കിലും നിന്റെ വായിന്ന് വല്ലതും വീണ അറിയാലോ എന്നെ. ഞാൻ എന്താ പറയാ അല്ലേ ഇത് അത് പിന്നെ കുത്തി കേറ്റിഞ്ഞ് കേട്ടല്ലോ, കൊണ്ടല്ലോ ഇത്. അതെ, എന്റെ ചേച്ചി അത്ര ക്രൂരല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ചേച്ചി അങ്ങനെ ഒന്നും ചെയ്യൂല അല്ലേ? ക്രൂരയാണോ അല്ലയോ? എന്തെങ്കിലും നിന്റെ വായിന്ന് വീണ, തമാശക്കായിരുന്നാലും പറ്റിക്കാനായിരുന്നാലും ഈ കഴുത്തിനെ ഞാൻ കണ്ടിച്ച് തറയിൽ അരിഞ്ഞിടും. അയ്യോ, ഞാൻ ഒന്നും പറയൂല ചേച്ചി. ഞാൻ എന്ത് പറയാൻ? അങ്ങനെ നോക്കിയത് ചിരി 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 തമാശ ഉണ്ടായിരുന്നു നീ. ദൈവമേ, അതങ്ങാനിപ്പോ കുത്തിക്കയറുന്നെങ്കിൽ ചത്തേരഞ്ഞ. വഴക്കൊക്കെ കഴിഞ്ഞോ? വഴക്കൊക്കെ കഴിഞ്ഞോന്ന്? അയ്യോ, എന്ത് വഴക്ക്? ഒന്നുമില്ല. ഇല്ല, ഒരു വഴക്കില്ല. ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ, ഞങ്ങള് ചുമ്മാ ഞങ്ങക്ക് തോന്നിയതായിരിക്കും അല്ലേ? രവിയേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വഴക്കൊന്നും ഇല്ല. അല്ലെങ്കിൽ തന്നെ ഇവര് വഴക്കുണ്ടാക്കുമ്പോ നമ്മൾ ഇടപെട്ടാലേ ഇത് കോളാവുള്ളൂ, ഇല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്തോന്ന് കാര്യം? അത് പിന്നെ നമ്മൾ എന്തിനാ രഹസ്യം പറയണത്? ഉറക്കെ പറയടി. ഉറക്കെ പറയാൻ പറ്റൂല, അവള് കേക്കും. ആര്? റിങ്കി 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 ഉണ്ടല്ലോ. റിങ്കി? റിങ്കി അവിടെ അത് റിങ്കിയില്ലേ, റിങ്കി നല്ല കുടുംബത്തിൽ പിറന്ന കൊച്ചാണെന്ന് ഞാൻ പറയായിരുന്നു. റിങ്കി പാവമാണ്, സുന്ദരിയാണ്. പിന്നെ അവൾ എന്നും ജിമ്മിൽ പോവൂലേ, കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്യാൻ ജിമ്മിൽ പോണത് ഉണ്ടല്ലോ, അവൾ ആരോഗ്യം ശ്രദ്ധിക്കാൻ മാത്രമാണ്. ഇപ്പോഴാണ് നിനക്കത് മനസ്സിലായത്? എനിക്ക് നേരത്തെ അറിയായിരുന്നു, പക്ഷെ കുറച്ചും മുമ്പാണ് കുറച്ചും കൂടെ കൂടുതൽ മനസ്സിലായത്. കണ്ടുപിടിച്ചൂടെ? അത് എന്നിട്ടാണ് ഞാനും കൂടെ ചീത്തായി പോകുന്നത്. അത് പിന്നെ കണ്ടു പഠിക്കാന്ന് പറയായിരുന്നു. കണ്ടുപിടിക്കാൻ ഞാൻ പോട്ടാ, ഇവിടെ നിന്നാ ശരിയാവില്ല. ശരി. ചേച്ചിക്ക് അങ്ങൾക്ക് ആന്റിയുടെ നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? എടി, അത് എങ്ങനെ പറയും? എന്തിനും പറയാൻ വേണ്ടി വാ തുറക്കുമ്പോ തന്നെ കത്രികയായിട്ട് കുത്തി കൊല്ലാൻ നിൽക്കല്ലേ അവള്. ഇങ്ങനെ ഇരുന്ന് പേടിച്ചാൽ അതെങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും? ചേച്ചി പറഞ്ഞ വേറെ ഒന്നും കൂടിപ്പോയ ചേച്ചി ചാകും, അത്രേ ഉള്ളൂ. എടി എടി, നിനക്ക് അങ്ങനെയൊക്കെ പറയാം, ജീവൻ പോണ എന്റെയാണ്. എന്തോ ചെയ്യൂ ഇപ്പം? അതെ, എനിക്ക് ഐഡിയ കിട്ടി വരണം.
അത് നമ്മൾ ഈ ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ ആ. നൈസായിട്ട് അച്ഛനും അമ്മയും കാര്യം അറിയുകയും ചെയ്യും, റിങ്കിക്ക് കിട്ടാവുന്നത് കിട്ടുകയും ചെയ്യും, ഞാൻ കുടുങ്ങത്തുമില്ല. അതെന്താ ഇത്? അതെ, കത്ത്, ഊമ കത്ത്. എടി ഫ്രം അഡ്രസ് ഇല്ലാതെ ഒരു കത്ത് എഴുതി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊരു കത്ത് എഴുതി അച്ഛനും അമ്മയ്ക്ക് ഞാൻ അയക്കണം. അവർക്ക് കിട്ടുകയും ചെയ്യും, ഞാൻ കുടുങ്ങത്തുമില്ല. സമ്മതി ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തോന്ന്? ചേച്ചി കൈ അക്ഷരം പിടിച്ച് അവര് പിടിക്കത്തില്ലേ? അത് ശരിയാണല്ലോ. പിടിക്കത്ത് മാത്രമല്ലടി, ഞാൻ മനഃപൂർവ്വം അവളെ കൊടുക്കാനാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എന്നെ കുനിച്ചേർത്ത് പോകുമ്പോൾ പിടിക്കുകയും ചെയ്യും. ഡാർക്ക്. അപ്പൊ അത് വേണ്ട, വേറെ ചിന്തിക്കാം. തേടി വെള്ളി കാലി ചുറ്റി. വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല്. അവിടെ നിന്നോ, ഞങ്ങൾ അങ്ങോട്ട് വരാം. റിങ്കി എവിടെ? റിങ്കി പറയാ, ഇങ്ങ് വാ, ഇങ്ങ് വാ. റിങ്കി എവിടെ? അകത്തുണ്ട്. അകത്തുണ്ടല്ലേ? ചേട്ടൻ എന്ത് ഇവിടെ? റിങ്കി കാണാൻ വന്ന. പിന്നെ അവൾ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അവള് പിന്നെ ഒരുപാട് പറഞ്ഞു. പറഞ്ഞില്ലേ? അതെ, പറഞ്ഞു കൊടുക്ക്. ചേച്ചി പറ. എന്താ പറയാ? പറക്കേ. അത് പിന്നെ ചേട്ടനെ പറ്റി പറയുമ്പോ ഉണ്ടല്ലോ, അവക്ക് 100 നാവാണ്. അല്ല, 100 നാവ്. അപ്പൊ അവക്ക് എന്നെ ഇഷ്ടമായിരിക്കും. പിന്നെ അത് പിന്നെ പറയാനുണ്ടോ, ഭയങ്കര ഇഷ്ടമല്ലേ. പിന്നെ ഒരു പ്രശ്നമുണ്ട്. പറഞ്ഞു, എന്തായാലും ചേട്ടൻ അറിയണ്ടേ. പറഞ്ഞോ. അതിപ്പം എങ്ങനെ പറയും, അതെങ്ങനെ എനിക്ക് പറ്റില്ല. അത് നീ പറ. നീ പറ. ചേച്ചി പറ. ചേച്ചിയാണ് പറയേണ്ടത്. റിങ്കിക്ക് വല്ല മറവരോഗം? അങ്ങനെയല്ല. പിന്നെ അത് പിന്നെ ചേച്ചിയുടെ കല്യാണം ഉറപ്പിച്ചു. ആരുമായിട്ട്? അത് ആരുമായിട്ടാണ്? അച്ഛന്റെ ഫ്രണ്ടിന്റെ മോനുമായിട്ട്. പേര് എന്താ? രാഹുൽ. അറിയണമെന്നില്ല. രാഹുൽ. അയ്യോ, ചേട്ടൻ വിഷമിക്കണ്ട. ചേട്ടന് സ്കോപ്പ് ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാ, ചേച്ചിക്ക് ആ രാഹുൽ എന്ന് പറഞ്ഞ ചേട്ടനെ തീരെ ഇഷ്ടമല്ല. എനിക്ക് തോന്നി ചേട്ടനെയാണല്ലോ ഇഷ്ടം. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാ, അച്ഛനകത്തുണ്ട്. ഉണ്ട്. ചേട്ടൻ പോയി ഇപ്പം പെണ്ണാലോചിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ചിലപ്പോ സമ്മതിക്കും, അല്ലേ? അത് തന്നെ, ചിലപ്പോ സമ്മതിക്കും. കല്യാണം നടക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ, അച്ഛൻ്റെ അടുത്ത് ചെന്ന് സംസാരിക്കുമ്പോഴേ ചേട്ടന് അവളെ ഇഷ്ടമാണ്, അവക്കും ചേട്ടനെ ഇഷ്ടമാണ് എന്ന് പറയാം. രണ്ടും കൂടി ചേർത്ത് പറയണം. അങ്ങനെ പറയണല്ലേ? പക്ഷെ അങ്ങനെ പറഞ്ഞാലേ റിങ്കിക്ക് ഇനി എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അയ്യോ, റിങ്കിക്ക് ഇഷ്ടമാണ്, അതല്ലേ ഞങ്ങൾ പറഞ്ഞത്. പറയുന്നത്. എന്നൊരു കാര്യം ചെയ്യാം, അമ്മ വിളിച്ചോണ്ട്. അമ്മയ്ക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ എനിക്കിവിടെ ഒരു ധൈര്യം കിട്ടാൻ ചെറിയൊരു പേടി. അതാ. വിളിക്കൊന്നും വേണ്ട. അമ്മയെ വിളിക്കാൻ പോണ്ട. അമ്മയെ വിളിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സമയം തെറ്റും. പിന്നെ എത്ര മണി? കയറിക്കൂടുന്നു. അങ്ങനെയൊക്കെയാണ്. ആണല്ലേ? നല്ല സമയം നോക്കി നമ്മൾ കയറി കഴിഞ്ഞാൽ ചിലപ്പോ നടക്കും, ഉറപ്പാ. പോയി ചോദിച്ചിട്ടോ. അതുണ്ട്, രണ്ടുപേരും ഉണ്ട്. നിങ്ങൾ വരുന്നില്ലേ? ഞങ്ങൾ പിറകില് വരാം. പിന്നെ വരാം. എനിക്ക് അങ്ങോട്ട് ചെല്ലുമ്പോ അവിടെ ഞങ്ങളെ കണ്ടെന്നൊന്നും പറയില്ല കേട്ടോ. മറ്റേത് പറ. മംഗളം പോട്ടെ. ഷർട്ടൊക്കെ നേരെ ഇട്ടിട്ട് പൊക്കും. വേണ്ട, ഇത് മതി. ഇന്ന് അവിടെ കലകം നടക്കും. എന്റെ ദൈവമേ, അവളുടെ അഹങ്കാരം ഇന്നത്തോടെ തീർന്നാ മതിയോ. അങ്കിളെന്ന് വിളിക്കണോ അച്ഛന്ന് വിളിക്കണോ? അച്ഛൻ വേണ്ട, അത് കല്യാണം കഴിഞ്ഞിട്ട് മതി.
അങ്കിൾ ഫിക്സ്. അങ്കിളെ, അങ്കിൾ, അങ്കിളെ. ആ, ആരാ? റിങ്കിയുടെ അങ്കിൾ അല്ലേ? അല്ല, റിങ്കിയുടെ അച്ഛനാണ് രവീന്ദ്രൻ. അത് തന്നെ, അങ്കിൾ തന്നെ. എന്ത് പറ്റി? ബാങ്കിലെ കാര്യം വല്ലതാണോ? ഓഫീസിൽ ബാങ്കിലെ കാര്യം വല്ലതാണോ? ലോണിന്റെ കാര്യം വല്ലതാണോ? അത് തന്നെ, ലോണിന്റെ കാര്യം. അവന്റെ ഓഫീസിൽ വന്നാൽ മതിയായിരുന്നല്ലോ. ശരി, ഞാൻ ഓഫീസിൽ വരാം. അല്ല, എന്തായാലും വന്നില്ലേ? എന്താ എഡ്യൂക്കേഷൻ ലോൺ വല്ലതാണോ? എഡ്യൂക്കേഷൻ ലോൺ. ഇരിക്കി. വേണ്ട, ഞാൻ നിന്നോളാം. ഇല്ല, ഇരിക്കും. കുഴപ്പമില്ല, നിന്നോളാം. ഏത് കോഴ്സിനാണ് പഠിക്കുന്നത്? എഞ്ചിനീയറിംഗ്. എഞ്ചിനീയറിംഗോ? കേരളത്തിൽ തന്നെയാണോ അതോ പുറത്താണോ? ഞാൻ ഇവിടെ തന്നെ അങ്കിൾ. ഞാൻ കഴിഞ്ഞു, കോഴ്സ് കഴിഞ്ഞു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞോ? കഴിഞ്ഞു. അപ്പോ ഹയർ സ്റ്റഡീസിനായിരിക്കും അല്ലേ? ഓ, അത് ശരി. ആരാ രവിയേട്ടാ? ഇതേ ഒരു എഡ്യൂക്കേഷൻ ലോണിന്റെ കാര്യം വേണ്ടി അറിയാൻ വേണ്ടി. ഞാൻ പേരെന്തായിരുന്നു? കിരൺ, കിച്ചു എന്ന് വിളിക്കും. കിരൺ. കേറി ചായ എടുക്കട്ടെ? വേണ്ട ആന്റി, ഞാൻ നിന്നോളാം, ഇവിടെ നിന്നോളാം. അത് ശരി. അപ്പോ ഹയർ സ്റ്റഡീസ് ആവുമ്പോ എവിടെ സ്ഥലം? എവിടെ? വഴുതക്കാട്. വഴുതേക്കാടാണോ? അത് ശരി. ഇല്ല, പറഞ്ഞു സമയം കിട്ടുന്നില്ല. തോലക്കങ്ങോട്ട്. മക്കളെ ഇങ്ങ് വാ. പറയൂ. എന്താ? ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന നിങ്ങള്. പറഞ്ഞോളൂ. പറയാം. അത് അങ്കിളെ, എനിക്ക് ഇവിടുത്തെ റിങ്കി ഇഷ്ടമാണ്. കെട്ടിച്ചെന്ന് ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. അതായത് അച്ഛന്റെ പുന്നാര മോളില്ലേ റിങ്കി, അവള് ഈ ചേട്ടനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. അവളുണ്ടല്ലോ, അവൾ എന്നും ജിമ്മിൽ പോണില്ലേ, അത് ഇവനെ കാണാനാണ്. വിളിച്ചോളെ. റിങ്കി, എടി റിങ്കി, റിങ്കി, ഇറങ്ങി വാടി. എന്തമ്മാ? ആരാണ് ഇവൻ? അയ്യോ, ഈ ശല്യം ഇവിടെ വന്നാ എന്താണോ? എനിക്ക് കുട്ടിയെ കല്യാണം കഴിക്കണം. മോളെ, എന്തോ ഇത്? എനിക്ക് അറിഞ്ഞൂടാ അച്ഛാ, കൊറേ നാളായിട്ട് എന്റെ പിറകെ ഉണ്ട് ഇയാള്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് അച്ഛനെ വന്ന് കാണാൻ പറഞ്ഞു. അത് മാത്രല്ല അച്ഛാ, താടിയൊക്കെ ഷേവ് ചെയ്തിട്ട് വരണം, എന്നാലേ അച്ഛൻ ഇഷ്ടപ്പെടുള്ളൂ എന്നും പറഞ്ഞു. അതിനർത്ഥം ഇവക്ക് ഇഷ്ടമാണെന്നല്ലേ? അയ്യോ, ഞാനത് തമാശക്ക് പറഞ്ഞാണ്. ഇയാൾ ഇങ്ങോട്ട് കയറി വരും ഞാൻ അറിഞ്ഞോ? കൂടുതലൊന്നും പറയണ്ട, നമ്മൾ അറിയാതെ കാര്യങ്ങൾ ഇത്രത്തോളം അയക്കുന്നു. അങ്കിളെ, ഞാനും നിങ്ങൾ പറഞ്ഞ ഒരു വായി നോക്കി അങ്ങനൊന്നുമല്ല. അങ്ങനെ എനിക്ക് ഇവിടെ ശല്യം ചെയ്യണമെന്നൊന്നുമില്ല. എല്ലാരും സമ്മതത്തോടെ നടത്തണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ വന്ന് പറയാന്ന് വിചാരിച്ചു. ഞാൻ വേണ ഒരു കാര്യം ചെയ്യാം, എന്റെ അമ്മയും കൂട്ടിക്കൊണ്ട് വരാം. അയ്യോ, അമ്മയൊക്കെ കൂട്ടിട്ട് വരാൻ എന്തോന്ന് പാരന്റ്സ് മീറ്റിംഗ്? അല്ല, നിങ്ങളിങ്ങനെ പിള്ളേര് തന്നെ എല്ലാം തീരുമാനം എടുക്കാൻ, പിന്നെ ഞങ്ങളുടെ ആവശ്യം എന്താണ്? നിങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നടത്തിയ പോലെ തന്നെ അറിയിക്കണം എന്തിനാ ഞങ്ങളെയൊക്കെ? അമ്മ എന്തോ ഈ പറയണേ? അമ്മ അച്ഛന് കേൾക്കാനായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. താനും എനിക്ക് ഇയാളെ ഇഷ്ടമൊന്നും ഇല്ല. പിന്നെ എന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത് എന്റെ അച്ഛനും അമ്മയാണ്. അവരാണ് എന്റെ എല്ലാ കാര്യവും നോക്കിയിട്ടുള്ളത്. അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്റെ ലൈഫിൽ ഇല്ല, ഞാൻ ചെയ്യില്ല. അവരെന്ത് പറയുന്ന അതേ ഞാൻ അനുസരിക്കുള്ളൂ. ഇനി തന്നെ പോലെയുള്ള ഒരുത്തരെ കെട്ടാൻ പറഞ്ഞാ ഞാൻ കെട്ടും, അത് ഇവര് പറയുന്നെങ്കിൽ. അല്ല, ഇനി വേറൊരാളാണെങ്കിൽ അവരെ, അല്ലാതെ എനിക്കായിട്ട് ഒരു ഇഷ്ടമില്ല. അല്ല, മോനോട് ഇത് ഇവിടെ ഒന്ന് പറയാൻ പറഞ്ഞ ആരാ? പിങ്കിയ. പേര് പറഞ്ഞോണ്ടല്ലോ, റിങ്കി എന്നാണ് ഇവിടെ പേര്. റിങ്കി. സോറി റിങ്കി. അങ്കിളെ സോറി. അല്ല, എന്തായാലും നല്ല പയ്യന. എന്തായാലും തനിക്കൊരു ഇഷ്ടം തോന്നി, അത് തെറ്റില്ല. സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരൻ മനസ്സിൽ തോന്നും. അത് അവളെ ശല്യം ചെയ്യാതെ ഇവിടെ വന്ന് പറയാൻ കാണിച്ചല്ലോ, ആ ഒരു മനസ്സ്, അതെനിക്ക് ഇഷ്ടമായി. ഒരു കാര്യം ചെയ്യട്ടെ, ഇപ്പൊ ഇവള് ഞങ്ങൾ കല്യാണത്തെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല. ഇവളിപ്പോ പഠിക്കുകയാണ്. അപ്പോ അല്ലേ മണി? അതെ, മാത്രല്ല പഠിക്കല് മാത്രമല്ല, നമുക്ക് ലൈഫിൽ ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ ഉള്ളതാണ്. അതിന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾക്ക് അവർക്ക് അവസരം കൊടുക്കണം. എടുത്തിയാടിയൊന്നും വേണമെങ്കിൽ പെയ്യെ എല്ലാരും സാവകാശം തീരുമാനം പെയ്യെ ആലോചിച്ചിട്ടൊക്കെ എടുത്താൽ മതി. അതെ, ഇവളുടെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് അപ്പോഴും ഇയാൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും ആലോചിക്കാം. മാത്രമല്ല, ഇയാളെ ഞങ്ങൾ ഇപ്പൊ കാണുന്നല്ലേ ഉള്ളൂ. ആരാ എന്താ എവിടുന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ സമയാവുമ്പോ എല്ലാം ഒത്തു വരികയാണെങ്കിൽ നമുക്ക് അപ്പൊ ആലോചിക്കാം. മതി മതി അതല്ലേ നല്ലത്? മതി മതി. അപ്പം ഞാൻ ഇറങ്ങട്ടെ. അപ്പം ഞാൻ എന്നും പറഞ്ഞ് ഞങ്ങള് ലൈസൻസ് തന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. അപ്പൊ തീരുമാനിക്കാന്നാണ് പറയണേ, ഒരു പ്രതീക്ഷയും വെക്കണ്ടേ? മതി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ നോക്കാം. ശരി. നമ്മള് പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ലല്ലോ. അതാണ് ഞാനും ആലോചിക്കുന്നത്. എന്തായാലും മണി നല്ല മര്യാദക്കാരനല്ലേ, ചെറുപ്പക്കാരൻ, കൊള്ളാം. ഓഹോ, അങ്ങനെ തോന്നിയോ? എങ്കിൽ ഇപ്പൊ തന്നെ മോളങ്ങ് കെട്ടിച്ചു വിട്. കെട്ടിച്ചു വിടാനല്ല,
പക്ഷെ ഒരു മര്യാദക്കാരനായിട്ടുള്ള ചെറുപ്പക്കാരൻ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെയാണോ? അതെ, ഒന്ന് ശ്രദ്ധിക്കണം, കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങണം. എന്താ ഇങ്ങനെ പറയണേ? മക്കളെ, നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം. ഇടി ഇത് പറയണ ഞങ്ങളുടെ കടമയാണ്, മനസ്സിലാക്കും. പണി ചായ ഉണ്ടോ? ഓ എടുക്കാം. അതെ അതെ അതെ, അവിടെ ഇരിക്ക്. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. എന്തോന്ന്? അതെ, എനിക്കൊരു പയ്യനെ ഇഷ്ടമാണ്, നിങ്ങൾ കെട്ടിച്ച് തരണം. ആ അതെയോ? അതെ നിനക്കിഷ്ടോ? അതെ. നിന്റെ ഇഷ്ടം ആ പയ്യനെ അറിയാമോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇന്നോണം പറയാം. എന്നാ പിന്നെ അത് നടക്കൂല. അപ്പൊ പിന്നെ കുഴപ്പം. അതെന്തമ്മാ നടക്കാത്തെ? അത് അറിഞ്ഞു കഴിഞ്ഞാലേ അവൻ ജീവനും കൊണ്ട് ഈ ഏരിയ വിടും. പുച്ഛിക്കുന്ന എന്നെ ഇങ്ങനെ ഒന്നും പുച്ഛിക്കാൻ പാടില്ല. ഇങ്ങനെ പുച്ഛിച്ചു കഴിഞ്ഞാണ്ടല്ലോ അച്ഛ, ദേ ഈ പിങ്കി മോൾ അങ്ങ് ഇറങ്ങി പോയി കളയും. ദോഷം. ഇറങ്ങിപ്പോ. കുഴപ്പമില്ല, പേടിക്കണ്ട. 10 മിനിറ്റിനുള്ളിൽ അവൻ കൊണ്ടാക്കിയിട്ട് തിരിച്ചു. എത്രയും കിട്ടും നമുക്ക്. പറയണട്ടോ. അങ്ങനെയല്ലല്ലോ അച്ഛ പറയണ്ടേ. പിങ്കി മോളെ ഇറങ്ങി പോവല്ലേന്നല്ലേ? അല്ലേ? മോളെ ഇറങ്ങി പോവല്ലേ മോളെ? മോള് ഇവിടെ തന്നെ നിക്കണേ. അച്ഛന്റെ പുന്നാര മോള് പോവല്ലേ മോളെ? വേണ്ട അച്ഛ, വേണ്ട, മതി.